ആലപ്പുഴ വലിയമരം വാർഡിൽ ജയിച്ച UDF-ലെ ഷംന മൻസൂറിന് രണ്ടിടത്ത് വോട്ടുള്ളതായി പരാതി. ഷംന മൻസൂറിന്റെ വിജയം റദ്ദാക്കണമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന സജിന മുഹമ്മദാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അശ്വിൻ, ഈ UDF-ലെ ഷംന മൻസൂറിന് രണ്ടിടത്ത് വോട്ടുണ്ട് എന്നത് ശരിയാണോ? അത് തെളിഞ്ഞോ? വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ വലിയകുളത്തും വലിയമരം വാർഡിലും ഷംന മൻസൂറിന് വോട്ട് ആ ലിസ്റ്റിലുണ്ട്. പക്ഷേ അത് സാങ്കേതിക പ്രശ്നമാണ് എന്നുള്ളതാണ് UDF-ന്റെ വിശദീകരണം. ഇങ്ങനെ വലിയകുളത്ത് വോട്ടുണ്ടായിരുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി വലിയമരം വാർഡിലെ താമസക്കാരിയാണ് താനെന്ന് ഷംന മൻസൂർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് LDF നിലവിൽ റിട്ടേണിംഗ് ഓഫീസറെയും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. 250-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷംന മൻസൂർ വലിയമരം വാർഡിൽ വിജയിച്ചത്. അവിടെ LDF-ൽ നിന്നും ഒരു വിമത സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ വലിയ പോരാട്ടം നടന്ന ഒരു വാർഡ് കൂടിയാണ്. നിലവിലിപ്പോൾ LDF നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2 പേരുള്ള ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉത്തരവ് 2016-ൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവായിരുന്നു. എന്തായാലും അത് ഉയർത്തിക്കാട്ടിയാണ് ഈ വലിയമരത്തെ പ്രശ്നം ഒരു പരാതിയായി ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ ഇനി റിട്ടേണിംഗ് ഓഫീസർ അടക്കം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി വന്നാൽ ആലപ്പുഴ നഗരസഭയിലെ ഭരണ സംവിധാനത്തെ തന്നെ അത് വീണ്ടും ട്വിസ്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാകും. നിലവിലിപ്പോൾ 22-23 എന്നുള്ള നിലയിൽ UDF-ഉം LDF-ഉം നിൽക്കുന്ന സാഹചര്യമാണ്. നിലവിലെ പരാതി ആ ഒരു സീറ്റ് നിലയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ ഉണ്ടാകും. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.